നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വാവ്, വാട്ട് എ മാച്ച്! ഫുട്ബോൾ അറ്റ് ഇറ്റ്സ് പീക്ക്, അതാണ് പറയാനുള്ളത്. ഫുട്ബോൾ പൂത്തു. ഇന്നലെ പാക്ടസ് പ്രിൻസസിൽ അതാണ് സംഭവിച്ചത്. 5-4 2-5 പുറകിൽ പോയാൽ സാധാരണ ഒരു ടീം അവിടെ തീർന്നു. പക്ഷേ വാർദ്ധിത വീര്യത്തോടുകൂടി 2 ഗോൾ കൂടി മടക്കി അടിച്ച് ബയേൺ മ്യൂണിക്ക് അടുത്ത മത്സരത്തിലേക്ക് ഒരു വലിയ ഹോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓപ്പൺ ഗെയിമായിരിക്കും അലിയൻസ് അറീനയിലും എന്ന കാര്യം ഉറപ്പാണ്. കളി കഴിഞ്ഞിട്ട് ലൂയിസ് എൻറിക്കയും വിൻസെൻ്റ് കോമ്പനിയും കൂടി ചില കാര്യങ്ങൾ പറയുന്നു, ചിരിക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? അതാണ് ഇൻ്റർവ്യൂവിനൊക്കെ ലൂയിസ് എൻറിക്ക നിൽക്കുന്ന സമയത്താണ് കോമ്പനിയെ കാണുന്നത്. എന്തോ പറഞ്ഞ് കൈ കൊടുത്ത് ചിരിക്കുന്നുണ്ടല്ലോ. എന്താണ് അവർ സംസാരിച്ചത്? അതിപ്പോൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, CBS സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അവർ സംസാരിച്ചത്, ലൂയിസ് എൻറിക്ക കോമ്പനിയോട് ചോദിച്ചു, യു സോ ദി ഗെയിം ഫ്രം ദി സ്റ്റാൻഡ്സ്. നിങ്ങൾ സ്റ്റാൻഡിലിരുന്ന് കളി കണ്ടില്ലേ, ഇഷ്ടമായോ? മറുപടി ഇല്ല എന്നാണ്. കൊമ്പനി ഇല്ലാതാണ് പറയുന്നത്. സംഗതി നിങ്ങൾക്ക് അറിയാലോ, കൊമ്പനിക്ക് സസ്പെൻഷനായിരുന്നു. അദ്ദേഹം ഡഗൗട്ടിലല്ല സ്റ്റാൻഡിലിരുന്നാണ് കളി കണ്ടത്. ഇത് ലൂയിസ് എൻറിക്ക പലപ്പോഴും സ്റ്റാൻഡിൽ പോയിരുന്ന് കളി കാണാറുണ്ട്, ഡഗൗട്ടിലിരിക്കാതെ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അവിടെ ഇരുന്നാൽ കളി കുറച്ചുകൂടി കൃത്യമായിട്ട് കാണാൻ പറ്റും, പിന്നെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. പല കളികളിലും ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം മീഡിയ ബോക്സിനടുത്തോ മറ്റോ ഒക്കെ പോയിരിക്കുക, കളി കാണുക, പിന്നെ വന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് കൊമ്പനിയോട് ചോദിക്കുന്നത്, ഇഷ്ടമായോ അവിടെ പോയിരുന്ന കളി കാണുന്നത്, ഇഷ്ടമായോ? ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊമ്പനി അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾ കാണുമ്പോൾ അദ്ദേഹം അത് അപ്പോൾ അവിടെ നിന്ന് പോയി പിന്നെ വിശദീകരിച്ച് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഞാൻ കളി കാണാൻ ആഗ്രഹിച്ച പൊസിഷനിലിരുന്നല്ല കളി കണ്ടത്. ഞാൻ ലൂയിസ് എൻറിക്കയോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റാൻഡിലിരുന്ന് കളി കണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഹി ലൈക്സ് ടു വാച്ച് ഗെയിംസ് ഫ്രം സ്റ്റാൻഡ്സ്. ഇത് ഞാൻ ലൂയിസ് എൻറിക്കയോട് തന്നെ തുറന്നു പറഞ്ഞതാണ്. എന്തായാലും ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ആളുകൾ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ഗെയിമാണ് നടന്നിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് വിൻസെൻ്റ് കോമ്പനി പറയുന്നു. രണ്ടാം പാദത്തിൽ തീപ്പൊരി കളിയായിരിക്കും എന്ന് പറയുന്ന വിൻസെൻ്റ് കോമ്പനി ബയേൺ മ്യൂണിക്കിൻ്റെ ആരാധകരുടെ ഒരു കാര്യം പറയുന്നത്, ആ കളിക്ക് വേണ്ടി നിങ്ങൾ ടിക്കറ്റ് എടുത്തെന്ന് വെച്ചോ, ടിക്കറ്റ് എടുത്തിട്ട് കളിയുടെ അന്ന് നിങ്ങൾക്ക് നല്ല അസുഖമാണ്, കളി കാണാൻ വരാൻ പറ്റൂല എന്നുള്ളൊക്കെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആ ടിക്കറ്റ് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അവിടെ വരട്ടെ, ആരാധകർ വരട്ടെ, ആ ആരാധക പിന്തുണയിൽ നമുക്ക് പൊളിച്ചെടുക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാം പാദത്തിൽ മടങ്ങി വരാനുള്ള കോപ്പ് കൂട്ടുകയാണ് കോമ്പനിയും സംഘവും. ലൂയിസ് എൻറിക്ക അനുവദിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.